ഹെൽത്തി ആൻഡ് ക്രീമി ആയിട്ടൊരു പാസ്ത ഉണ്ടാക്കിയാലോ? പനീർ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പാസ്ത നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വെജിറ്റേറിയൻസിനൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ മാക്സിമം വെജീസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരു ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പാസ്തയാണിത്. സിമ്പിൾ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കുറച്ച് സ്റ്റെപ്സ് ഒക്കെ ഫോളോ ചെയ്യാനുണ്ട്. പക്ഷേ ടേസ്റ്റിയാണ്. നല്ല ക്രീമി പാസ്താസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അങ്ങനത്തെ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഒരു പാൻ എടുക്കുക, അതിൽ ബട്ടർ മെൽറ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് തക്കാളി, കുറച്ച് കാഷ്യൂസ്, റെഡ് ചില്ലി ഇടുക. നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ. അപ്പോൾ എമൗണ്ട് കുറച്ച് കൂട്ടാം. ഞാനിവിടെ ഒരു 3 ആൾക്കുള്ള പോർഷനാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടത്ര എമൗണ്ട് മാറ്റാവുന്നതാണ്. എന്നിട്ട് ഇതൊക്കെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ സോൾട്ട് യൂസ് ചെയ്തിട്ടില്ല, കാരണം ബട്ടറിൽ ഓൾറെഡി സോൾട്ട് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള സോൾട്ട് ലാസ്റ്റ് ഇടാമെന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ ഈ വെജീസൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. അതിന് നമ്മൾ സാധാ ഉപ്പേരിയൊക്കെ വെക്കുകയാണെങ്കിലും ശരി. കാരണം അതാകുമ്പോൾ വെജീസൊക്കെ പെട്ടെന്ന് കുക്കായി കിട്ടുകയും ചെയ്യും. എന്നാൽ അടി പിടിക്കുക, കരിഞ്ഞു പോകുക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലേനും. അങ്ങനെ ഈ സോട്ട് ചെയ്യാൻ വെച്ചത് ഈ തക്കാളിൻ്റെ തൊലി പോകുന്ന ഒരു വിധത്തിലായി കഴിഞ്ഞാൽ അതിലേക്ക് പനീറും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. പനീർ അധികം കുക്ക് ആവണമെന്നില്ല. എന്നിട്ട് തക്കാളിയിൽ നിന്ന് ആ തൊലി കളഞ്ഞതിന് ശേഷം ഒരു ബ്ലെൻഡറിൽ എടുത്തിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. അപ്പം ചൂടാറിയതിന് ശേഷം മാത്രം ബ്ലെൻഡ് ചെയ്യുക, ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ജാർ കേടായിപ്പോവും. പിന്നെ ആ സെയിം പാനിലേക്ക് കുറച്ച് ബട്ടർ ഇടുക, ഗാർലിക് ഇടുക, ഇഷ്ടമുള്ള വെജീസ് ഇടുക. ഞാനിവിടെ ക്യാരറ്റ്, ക്യാപ്സിക്കം, ഓണിയൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്കി ബീൻസോ അങ്ങനത്തെ ഏത് വെജീസാണോ കയ്യിലുള്ളത് അതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ആ ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മിക്സ്ചർ ഇതിൽ കൊയ്ക്കുക. അതാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് തരുന്ന സാധനം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള സോൾട്ടും കുറച്ച് പെപ്പർ പൗഡറും. എന്നിട്ട് കുക്ക് ചെയ്ത് വെച്ച് പാസ്ത ഇതിലേക്ക് ഇടുക. കുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചിട്ടില്ല. ജസ്റ്റ് ഒരു പാനിൽ വെള്ളം തിളപ്പിച്ചതിന് ശേഷം കുറച്ച് ഓയിലും സോൾട്ടും ഇടുക. എന്നിട്ട് അതിൽ ഒരു 10 to 15 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കുക. അതിൽ ഈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാറ് ഒരു കുക്കറിൽ ഒറ്റ വിസിൽ അടുപ്പിക്കുക. പിന്നെ കുക്കറിൽ ചെയ്യുന്ന സമയത്ത് ഓവർ കുക്ക് ആവാതെ നോക്കണം. അതായത് വിസിൽ വന്നതിന് ശേഷം എത്രയും പെട്ടെന്ന് തന്നെ ഡ്രെയിൻ ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ ഫ്ലേവറിങ്ങിന് കുറച്ച് ഒറിഗാനോയോ അല്ലെങ്കിൽ ഏത് ഹെർബ്സ് ആണോ കയ്യിലുള്ളത് അതും ഇട്ട് ഗാർണിഷ് ചെയ്താൽ മതി. അപ്പോൾ പാസ്ത റെഡി. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക.